ഇപ്പോൾ അന്ന് ഈ ഭൂമി ഈട് വെച്ച് വായ്പ എടുക്കാൻ പറ്റുന്നില്ല, വിവാഹങ്ങൾ മുടങ്ങുന്നു, പല പ്രതിസന്ധികളെയും നിങ്ങൾ നേരിട്ടു. അതൊക്കെ ഇനി മാറാൻ പോവുകയാണ്. അതെ, വളരെ സന്തോഷം. ഞങ്ങൾ അന്ന് അനുഭവിച്ചതെന്ന് പറയുന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അത് ഞങ്ങൾ 3-4 സ്ത്രീകൾ തടയാൻ ശ്രമിച്ചിട്ട് പോലും പോലീസ്, അതായത് 4 വശത്തു നിന്ന് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എടുത്തുകൊണ്ടാണ് ഇതിനെ പോയതും. അതുപോലെ കാലൊക്കെ വെളിയിലോട്ടായിരുന്നു ജീപ്പിൽ. സമരം ചെയ്യുന്ന സമര സ്ഥലത്ത് വെച്ചോ കുറ്റി പിഴുന്നെടുത്ത് സമരം ചെയ്തെടുത്ത് വെച്ചോ അല്ലാതെ വെറുതെ നിന്ന ഒരു സ്ഥലത്ത്, ഒരു വിജനമായ പ്രദേശത്ത് ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയ വീടിൻ്റെ വാതിക്കൽ നിന്നാണ് വലിച്ചഴിച്ച് കാലും കയ്യും. അത് ക്രൂരമായ ഒരു വിനോദമായിരുന്നു പോലീസ് അന്ന് കാണിച്ചത്. അത് ഞങ്ങളുടെ 6-ാം വാർഡ് മെമ്പറാണ്, ബിന്ദു മെമ്പർ. ഇദ്ദേഹത്തിൻ്റെ മുമ്പിലിട്ടാണ് എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയത്. യാതൊരു തെറ്റും ചെയ്തെന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ആ സമയം എൻ്റെ കാലിൽ ഒരു അസുഖബാധിതയായിട്ട് ഇരുന്ന സമയത്താണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് എൻ്റെ കാലെ പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാലിങ്ങനെ വള്ളി ചുറ്റുന്നത് പോലെ പിടിച്ച് ചുറ്റുകയും പിന്നീട് അത് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇത്രയും ക്രൂരത ഒരു മനുഷ്യനോടും ഇനി ഒരു പദ്ധതിയുടെ പേരിലും, വികസനം നമുക്ക് ആവശ്യമാണ്, പക്ഷേ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിക്കും VD സതീശൻ സാറോ മന്ത്രിസഭയോ തുനിയരുതേ. അങ്ങനെ ഒരു വികസനം നമുക്ക് വേണ്ട. ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, വീട്ടമ്മമാരെ സംരക്ഷിച്ചുകൊണ്ട്, പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, സഹോദരിമാരെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ കേരളത്തെ സംരക്ഷിച്ചുകൊണ്ട്, ഇതിൻ്റെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനങ്ങൾക്ക് മാത്രം